ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഹുലിനെ പ്രാന്താശുപത്രിയിലാക്കിയതിന് ശേഷം ഷാരിയും സരയുവും വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയും പുറകെ നടക്കുകയാണ്. അവരോടായി പലപ്പോഴായി ആവശ്യപ്പെടുന്നുണ്ട് കല്യാണിയെ ഒരു ദിവസം ജയിലിലാക്കണം, അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്, സാക്ഷികളൊക്കെ നീ ചെന്ന് കാണണം, അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്നൊക്കെ ഷാരിയും സരയും അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ രാഹുൽ പല സമയത്തും ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ താര അറിയുന്നുണ്ട്. താര രാഹുലിന് ഭ്രാന്തായ കാര്യങ്ങളും അങ്ങനെ ഒരു ഹോസ്പിറ്റലിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. പക്ഷേ അതെല്ലാം മനുവിൻ്റെ കളിയാണെന്നും കൂടി താര അറിയുന്നുണ്ട്. അങ്ങനെ താര വന്ന് കാണാൻ വന്നിരിക്കുകയാണ് രാഹുലിനെ. ആ സമയത്ത് നമ്മുടെ രാഹുൽ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ താര ആംഗ്യഭാഷയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭ്രാന്തില്ലെന്നൊക്കെ എനിക്കറിയാം, എനിക്ക് എൻ്റെ മകളെ വേണമെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നിന്റെ മകളൊന്നും ഇവിടെ ഇല്ല, നീ വേഗം ഇവിടുന്ന് പോകാൻ നോക്കിക്കോ, ഷാരിയോ സരയോ ഇപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകും, അവരുടെ കയ്യിൽ നിന്ന് നീ തല്ല് വാങ്ങേണ്ട, വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ താരയെ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്യുന്നുണ്ട്. താരയാണെങ്കിൽ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതല്ല ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് നിങ്ങളാണ്, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരണം, അത് എത്രയും വേഗം തന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് താരയാണെങ്കിൽ ശാപവാക്കുകൾ കൊണ്ട് ഇങ്ങനെ ആംഗ്യഭാഷയിൽ സംസാരിക്കുകയാണ്. പെട്ടെന്നാണ് ഇതെല്ലാം കേട്ട് മറിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഷാരിയെ അവിടെ നിൽപ്പുണ്ടായിരിക്കും. ഷാരി എല്ലാതും കേട്ട് കഴിഞ്ഞിരുന്നു ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഷാരിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എന്താ ഇവിടെ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. തൻ്റെ മകൾ എന്താണ് അവരുടെ മകളാണെന്ന് പറഞ്ഞ് താൻ ഒന്ന് പ്രസവിച്ചതല്ലേ സരയുവിനെ എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മുടെ ഷാരിയാണെങ്കിൽ ആകെ തകർന്നടിയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. എന്തായാലും താരയോട് തന്നെ ചോദിച്ചറിയാനും അതുപോലെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ആരെങ്കിലോടും ചോദിച്ചറിഞ്ഞ് എന്താണ് നടന്നതെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ തന്നെയാണ് പിന്നീട് ഷാരി നടക്കുന്നത്.